ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു വർഷം ആശംസിക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. പനിയോ ജലദോഷമോ ഉള്ളപ്പോൾ നമ്മൾ ചിക്കൻ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ചിക്കൻ കഴിക്കുന്നത് സഹായിക്കും. കോഴിയിറച്ചിയിൽ ധാരാളം പ്രോട്ടീൻ അഥവാ മാംസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പേശികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വറുത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലതാണ്. നാടൻ കോഴിയിറച്ചിയാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളത്. ഇപ്പോൾ പീരീഡ്സിന് മുന്നുള്ള വേദന, അസ്വസ്ഥത ഇതൊക്കെ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിക്കൻ ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടാനായിട്ട്, അസ്വസ്ഥത മാറിക്കിട്ടാനായിട്ടും സ്ട്രെസ് അകറ്റാനും നല്ല രീതിയിൽ സഹായിക്കും. വൈറ്റമിൻ B5 അതേപോലെ കാൽസ്യവും ഫോസ്ഫറസും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സന്ധിവാതം തടയാനും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. 3 പീസ് ചിക്കനാണ് എടുത്തത്. അത് നന്നായിട്ട് അരിഞ്ഞത്. ഇപ്പോൾ എല്ലൊന്നും ഇല്ലാത്ത പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലൊന്നും കാണാത്തത്. എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ല് നമുക്ക് ലാസ്റ്റ് വേവിച്ചതിന് ശേഷം റിമൂവ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് അതൊക്കെ ഒരല്പം വീതം എടുത്താൽ മതി. ഒരുപാട് കൂടി പോകണ്ട. പിന്നെ ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും അതേപോലെ തന്നെ എരിവും എങ്ങനെയാണെന്ന് നോക്കുക. നമുക്കൊരല്പം എരിവ് കുറവായതുകൊണ്ട് നമ്മൾ ഒരല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. 1 സ്പൂൺ കോൺഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളത്തിൽ 1/4 കപ്പ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതിന് ശേഷം നമ്മുടെ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ 1 സ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സോയാ സോസ് കൂടി ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ ഉപ്പ് അമിതമായിട്ട് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ഒരല്പം നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് നമ്മൾ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ കറി കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാകും. ഇപ്പോൾ എനിക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും കൗണ്ടിൽ വ്യത്യാസ കാര്യങ്ങൾ വരുമ്പോൾ മോൻ വിളിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് അമ്മ ചിക്കൻ കഴിക്കുന്ന കാര്യം. ഞാൻ ചിക്കൻ കറി ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കൻ ഇഷ്ടമില്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി കഴിക്കും എന്നുള്ള രീതിയിൽ അവൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ചിക്കൻ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഒരു വ്യത്യാസം നമ്മുടെ ക്ഷീണത്തിനൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി വരുന്നത് മഞ്ഞുകാലങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആരൊക്കെ ചിക്കൻ സൂപ്പ് കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.